ഓക്കെ, സോ നമ്മുടെ ഐഫോൺ 16 പ്രോട്ടോടൈപ്പും കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇമേജസും കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഇത് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഇപ്പം പ്രോട്ടോടൈപ്പും കാര്യങ്ങളും ലീക്ക് ആയിട്ടുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുന്ന സമയത്ത്. ഒന്നെന്ന് പറയുന്നത് ക്യാമറാസ്, മറ്റൊന്ന് പറയുന്നത് ബട്ടൺസ്. അതായത് ഈ ഒരു രണ്ട് കാറ്റഗറിയിലായിരിക്കും ഈ ഒരു ഐഫോൺ 16 അവർ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ ഐഫോൺ 16 സീരീസിൻ്റെ ആ ഒരു പ്രോട്ടോടൈപ്പും കാര്യങ്ങളാണ് ഇപ്പം ലീക്ക് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത് ക്യാമറയിൽ ചേഞ്ചസും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ പാറ്റേണിൽ ചേഞ്ചും കാര്യങ്ങളും വന്നിട്ടുള്ള പ്രോട്ടോടൈപ്പും കാര്യങ്ങളും അവർ മോഡലും കാര്യങ്ങളും ഇറക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആക്ഷൻ ബട്ടൺ, അതുപോലെ വോളിയം ബട്ടൺ, അങ്ങനത്തെ കുറേ ബട്ടൺസും കാര്യങ്ങളുണ്ടല്ലോ, അതിൽ കുറേ അധികം ചേഞ്ചസ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മോഡൽസും കാര്യങ്ങളും അവരിങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ക്യാമറ ഡിഫറൻസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യെല്ലോ കളറിലുള്ള മോഡലിലാണ് ആ ഒരു ക്യാമറ ഡിഫറൻസും കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ബേസ് മോഡലാണ്, ഐഫോൺ 16 ആണിത്. അപ്പം ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഐഫോൺ സീരീസിൻ്റെ ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഐഫോൺ 10 സീരീസിൻ്റെയും അതുപോലെ 10Xൻ്റെ ഒക്കെ ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈനും പാറ്റേണാണ് നമുക്ക് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൽ കാണാൻ പറ്റുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കിത് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ഡിസൈനും കാര്യങ്ങളല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊണ്ടുവരികയാണെങ്കിൽ അവരുടെ പ്രോ മോഡലിലും ഇതേപോലൊരു ഡിസൈൻ ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത്ര ഒരു ലുക്കിംഗ് ഉള്ള ഒരു, അതായത് നമ്മുടെ ഇപ്പം കറൻ്റ് ഉള്ള ആ ഒരു ഐഫോൺ 15 വെച്ച് അല്ലെങ്കിൽ 15 Pro Max ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാമറ മൊഡ്യൂളാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പം ഈ ഒരു രീതിയിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം എന്തായാലും ഇതൊരു പ്രോട്ടോടൈപ്പാണ്, നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. എങ്കിലും ഈ ഒരു രീതിയിലാണ് ഇപ്പം ക്യാമറ മൊഡ്യൂളിലെ ഡിഫറൻസ് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് തേർഡും ആയിട്ട് വന്നിരിക്കുന്ന ആ രണ്ട് മോഡൽസും അത് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ ഐഫോൺ 15 ആ ഒരു, അല്ലെങ്കിൽ ഐഫോൺ 15 അല്ല, നമ്മുടെ ഐഫോൺ 12 സിമിലർ ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ആപ്പിൾ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ചേഞ്ചസ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്? അതായത് ഇവരുടെ പ്രീവിയസ് മോഡൽസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള പാറ്റേണും കാര്യങ്ങളാണ് അവരുടെ ഡിസൈനിൽ കൊണ്ടുവന്നിരുന്നത്. അതായത് ബാക്ക് സൈഡിലെ ക്യാമറ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ലെൻസ് മാറ്റി വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ സൈസും കാര്യങ്ങളും കൂട്ടി അല്ലെങ്കിൽ ഗ്ലാസ് ബാക്കും കാര്യങ്ങൾ ആഡ് ചെയ്ത് ആ ഒരു രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു 16 സീരീസ് വരുന്ന സമയത്ത് അവർ ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും കൊണ്ടുവരാം എന്നുള്ള ചിന്താഗതിയിലാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് അവർ ചിലപ്പം ഈ ഒരു ഡിസൈൻ അവർ ഉൾക്കൊള്ളുമായിരിക്കും അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുമായിരിക്കും, അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിസൈൻ മാറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ളതും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ഈ ഒരു ഡിസൈൻ പാറ്റേണിൻ്റെ സിമിലർ ആയിട്ടുള്ള വന്നിരിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഐഫോൺ 15, 14 ആൻഡ് ആ 13 ഓൾസോ ആ സിമിലർ ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിലെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള രീതിയിലേക്ക്, അതും അവരുടെ ആ ഒരു ഡിസൈൻ പാറ്റേൺ അവർ കൈവിടാതെ ആ ഒരു പഴയ ആ ഒരു 10 സീരീസിൻ്റെ ആ ഒരു മോഡലിലേക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു 16 സീരീസ് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പും കാര്യങ്ങളാണ് ലീക്ക് ആയിരിക്കുന്നത്. അപ്പം അവർക്ക് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഇപ്പം അവർക്ക് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങൾ കൊണ്ടുവരുമായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ ബട്ടൺ ഡിഫറൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇതിൽ ബട്ടൺസ്, അതായത് നമ്മുടെ ആ ഒരു വോളിയം കീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആക്ഷൻ ബട്ടൺ ആയിക്കോട്ടെ, അതിലൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും അല്ലെങ്കിൽ വേറൊരു ബട്ടണും കൂടെ ഉള്ള ഒരു മോഡൽസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രോട്ടോടൈപ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഈ ഒരു ബട്ടൺ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ജോയിൻ്റ് ആയിട്ടൊരു ബട്ടൺ കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ ഹാപ്റ്റിക് ബട്ടൺ കാര്യങ്ങൾ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. പിന്നെ സൈസ് കൂടിയ ആക്ഷൻ ബട്ടൺ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ കാറ്റഗറിയിലെ സെക്കൻഡ് മോഡൽ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോളിയം ബട്ടൺ കാര്യങ്ങളാണ് വരുന്നത്. നമ്മുടെ ഐഫോൺ 15 സീരീസിലുള്ള രീതിയിലുള്ള ആ ഒരു വോളിയം ബട്ടൺ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു ആക്ഷൻ ബട്ടൺ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ ഒരു പ്രോട്ടോടൈപ്പിലെ തേർഡ് വൺ ആണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഐഫോൺ 15 ആ ഒരു വോളിയം ബട്ടൺ മാതിരി തന്നെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തൊട്ട് മേലായിട്ട് നമുക്ക് കുറച്ചുകൂടെ സൈസ് കൂടി ആക്ഷൻ ബട്ടൺ കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വേറൊരു ബട്ടണുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ഒരു വലിയ ബട്ടൺ എന്ന് പറയുന്നത് നമുക്ക് താഴെയായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഒരു ക്യാപ്ചർ ബട്ടണാണ്. നിങ്ങൾക്ക് ഇതിൽ ക്യാമറയും കാര്യങ്ങളും അതിൽ സെറ്റ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് കുറച്ചധികം ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷേ മെയിൻലി ഇതൊരു ക്യാപ്ചർ ബട്ടണായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണല്ലോ ആ ഒരു ബട്ടൺ കാര്യങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു ക്യാപ്ചർ ബട്ടൺ അല്ലെങ്കിൽ ഒരു ക്യാമറ ഷട്ടറിന് വേണ്ടിയുള്ള ഒരു സാധനമായിരിക്കും അല്ലെങ്കിൽ അതിനുള്ളൊരു ബട്ടൺ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ നമുക്ക് അതിൽ കുറച്ചും കൂടെ കസ്റ്റമൈസേഷൻ കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ജസ്റ്റ് ഒരു ക്യാപ്ചർ ബട്ടണിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ബട്ടൺ ആയിരിക്കും ആ ഒരു മോഡൽ കൊണ്ടുവരുന്നത്. ഈ ഒരു പ്രോട്ടോടൈപ്പിൽ കാണുന്ന കളേഴ്സ് തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു 16 സീരീസിൽ വരാൻ പോകുന്നതെന്നുള്ളതാണ് പറയുന്നത്. ആപ്പിൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ചിലപ്പം കുറച്ചും കൂടെ കളേഴ്സ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കളേഴ്സും കാര്യങ്ങളും ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോട്ടോടൈപ്പിൽ ഉള്ളതെന്ന് പറയുന്നത് മിഡ് നൈറ്റ് എന്ന് പറയുന്ന കളറുണ്ട്. അത് മാത്രമല്ല പിന്നെ യെല്ലോ വരുന്നുണ്ട്, പിന്നെ പിങ്ക് വരുന്നുണ്ട്. ഈ
ഒരു 3 കളേഴ്സാണ് നമുക്കിപ്പം ഈ ഒരു പ്രോട്ടോടൈപ്പിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ iPhone 15 സീരീസും നമുക്ക് എക്സ്ട്രാ കുറച്ച് കളറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു iPhone 16 സീരീസിലും ഇതുപോലെ കുറച്ച് എക്സ്ട്രാ കളേഴ്സും കാര്യങ്ങളും കാണാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ കളേഴ്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസും കാര്യങ്ങളും കൊണ്ടുവരും എന്നുള്ളതും ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് നമുക്കിപ്പം ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു പ്രോട്ടോടൈപ്പിനെ ബേസ് ചെയ്തുള്ള ഡീറ്റെയിൽസാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഡിസൈനും കാര്യങ്ങളും തന്നെ ആ ഒരു 16 സീരീസിൽ ഉൾക്കൊള്ളിക്കണമെന്ന് നിർബന്ധം കാര്യങ്ങളില്ല. ചിലപ്പം എന്തെങ്കിലും ഡിഫറൻസ് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളും ചിലപ്പോൾ ആ ഒരു 16 സീരീസിൽ അവർ യൂസ് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഇത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു 15 സീരീസിലെ തന്നെ ഡിസൈൻ ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു മോഡലിനെ കുറിച്ച് അറിയാനിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും. ലീക്കായിട്ട് അറിയാനിരിക്കുന്ന ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ വരണമെന്ന് നിർബന്ധവും കാര്യങ്ങളുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.